കമ്മ്യൂണിസ്റ്റ് ആള് ആ ഇടുക്കി കയറി പോയ അവിടെ നമസ്കാരം. വിവാഹം കഴിഞ്ഞ് വധുവിന്റെ വോട്ട് പാഴാക്കാതെ വരൻ വധുവുമായി നേരെ പോളിംഗ് ബൂത്തിലേക്ക്. കൊല്ലം ഇരവിപുരം കാവൽപുര മണിയൻപറമ്പിൽ സെയ്താലിയും വാളത്തുങ്കൽ ആക്കോലി ചേരി ഫാത്തിമ മനസ്സിലിൽ ഫാത്തിമയുടെയും വിവാഹം ഇന്നായിരുന്നു. വിവാഹം കഴിഞ്ഞ് വരനോട് വധു ആവശ്യപ്പെട്ടത് തന്റെ വോട്ട് പാഴാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല, എന്നെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം എന്നായിരുന്നു. തന്റെ പ്രിയതമയുടെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പിന്നെ ഒട്ടും അമാന്തിക്കാതെ സെയ്തലി തന്റെ പ്രിയതമയും കൂട്ടി നേരെ പോയത് ആക്കോലിൽ പോളിംഗ് ബൂത്തിലേക്കാണ്. ഒട്ടും വൈകാതെ കല്യാണ വേഷത്തിൽ പെൺകുട്ടി ആക്കോലിൽ കമ്മ്യൂണിറ്റി ഹാളിലെ പോളിംഗ് ബൂത്ത് നമ്പർ 135-ലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഒരു വോട്ട് അങ്ങനെ പാഴാക്കി കളയാൻ ഉള്ളതല്ല എന്നാണ് ഫാത്തിമയുടെ മറുപടി. എന്റെ പേര് സെയ്തലി, ഇവളുടെ പേര് ഫാത്തിമ. എനിക്ക് രാവിലെ കാവൽപുര വെച്ചായിരുന്നു വോട്ട് കഴിഞ്ഞ്. ഇപ്പൊ മാരേജ് കഴിഞ്ഞ് ഇവളെ വോട്ട് കഴിഞ്ഞ് വരുന്നു. കല്യാണ വേഷത്തില് വോട്ട് ചെയ്യാൻ വന്നപ്പോ വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പറയാനുള്ളത് എല്ലാം വളരെയധികം സന്തോഷമുണ്ട്. അത്രേ വോട്ട് കല്യാണ വേഷത്തിൽ വോട്ട് ചെയ്തപ്പോ എന്താണ് സന്തോഷം? ആ വോട്ട് നമ്മൾ പാഴാക്കണ്ടല്ലേ? ഒരു വോട്ടും പാഴാക്കണ്ട. ആർക്കായിരുന്നു ഇവിടെ വോട്ട്? ഫാത്തിമക്കാണ് വോട്ട്. കല്യാണം കഴിഞ്ഞ് നേരെ വന്നതാ. ഇനി പോയിട്ട് വേണം അടുത്ത പരിപാടി. എന്ത് തോന്നുന്നു ഈ ഒരു സന്തോഷം? വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പുറത്തിറങ്ങിയ വധൂവരന്മാർക്ക് ആശംസകളുമായി ആക്കോലിൽ ഡിവിഷൻ കൗൺസിലർ അസൈൻ പള്ളിമുക്കും രംഗത്തെത്തി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരും ഒരുമിച്ച് വിവാഹത്തിന്റെ ബാക്കി ആഘോഷ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് യാത്രയായി. കമ്മ്യൂണിസ്റ്റ് ആള് ആ ഇടുക്കി കയറി പോയ അവിടെ അതല്ലേ